അടുത്ത വർഷം നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കാനിരിക്കുന്ന ഉത്തർപ്രദേശിലും പഞ്ചാബിലും സംഘടനാ പ്രവർത്തനങ്ങൾ ശക്തമാക്കുന്നതിന്റെ ഭാഗമായി ബി.ജെ.പി. ദേശീയ നേതൃത്വം പുതിയ സംസ്ഥാന ഇൻചാർജിമാരെ നിയമിച്ചു. ഉത്തർപ്രദേശിന്റെ സംസ്ഥാന ഇൻചാർജായി ബി.ജെ.പി. ദേശീയ ജനറൽ സെക്രട്ടറിയും രാജ്യസഭാ എംപിയുമായ വിനോദ് താവ്ഡെയാണ് നിയോഗിച്ചത്. ദേശീയ സെക്രട്ടറി ജഗദീഷ് ഈശ്വർഭായ് പട്ടേലിനാണ് സഹ ഇൻചാർജിന്റെ ചുമതല. പഞ്ചാബിൽ ദേശീയ ജനറൽ സെക്രട്ടറിയും രാജ്യസഭാ എംപിയുമായ സതീഷ് പൂനിയയെ സംസ്ഥാന ഇൻചാർജായി നിയമിച്ചു. ബി.ജെ.പി. ദേശീയ അധ്യക്ഷൻ നിതിൻ നവീന്റെ നേതൃത്വത്തിലാണ് പുതിയ നിയമനങ്ങൾ നടന്നത്. ദേശീയ ഭാരവാഹികളുടെ പുതിയ പട്ടിക പ്രഖ്യാപിച്ചതിന് പിന്നാലെയാണ് നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കാനിരിക്കുന്ന സംസ്ഥാനങ്ങളിലെ സംഘടനാ ചുമതലകളും പുനഃക്രമീകരിച്ചത്. വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പുകളെ മുന്നിൽ കണ്ട് സംസ്ഥാനതല സംഘടനാ സംവിധാനത്തെ കൂടുതൽ സജീവമാക്കാനും പ്രചാരണ പ്രവർത്തനങ്ങൾക്ക് ഏകോപിത നേതൃത്വം നൽകാനുമാണ് പുതിയ നിയമനങ്ങളിലൂടെ ബി.ജെ.പി. ലക്ഷ്യമിടുന്നത്. ഉത്തർപ്രദേശിൽ തുടർച്ചയായ മൂന്നാം നിയമസഭാ വിജയം ലക്ഷ്യമിടുന്ന ബി.ജെ.പി. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെയും മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥിന്റെയും നേതൃത്വത്തെ മുൻനിർത്തിയാകും തെരഞ്ഞെടുപ്പ് രംഗത്തിറങ്ങുക. സംസ്ഥാനത്തിന്റെ വികസന പ്രവർത്തനങ്ങൾ, അടിസ്ഥാന സൗകര്യ വികസനം, ക്രമസമാധാനം തുടങ്ങിയ വിഷയങ്ങൾ ഉയർത്തിക്കാട്ടുന്നതിനൊപ്പം സംഘടനാ തലത്തിൽ ബൂത്ത് കേന്ദ്രീകരിച്ചുള്ള പ്രവർത്തനങ്ങൾ കൂടുതൽ ശക്തമാക്കാനും പാർട്ടി ശ്രമിക്കും. സംസ്ഥാനത്തെ രാഷ്ട്രീയ സാഹചര്യങ്ങൾ വിലയിരുത്തി തെരഞ്ഞെടുപ്പ് തന്ത്രങ്ങൾ രൂപപ്പെടുത്തുന്നതിലും പുതിയ ഇൻചാർജുമാർക്ക് നിർണായക പങ്കുണ്ടാകും. അതേസമയം ആം ആദ്മി പാർട്ടി അധികാരത്തിലുള്ള പഞ്ചാബിൽ ബി.ജെ.പിയുടെ ലക്ഷ്യം കൂടുതൽ ശക്തമായ രാഷ്ട്രീയ സാന്നിധ്യം ഉറപ്പാക്കുകയാണ്. സംസ്ഥാനത്തെ പ്രധാന പ്രതിപക്ഷമായ കോൺഗ്രസിനൊപ്പം ആം ആദ്മി പാർട്ടിയെയും നേരിടേണ്ട സാഹചര്യത്തിലാണ് ബി.ജെ.പി. മുന്നൊരുക്കങ്ങൾ നടത്തുന്നത്. ഗ്രാമീണ മേഖലകളിലും നഗരപ്രദേശങ്ങളിലും സംഘടനാ അടിത്തറ വിപുലീകരിക്കുക, കൂടുതൽ പ്രവർത്തകരെ സജീവമാക്കുക, വിവിധ സാമൂഹിക വിഭാഗങ്ങളിലേക്ക് പാർട്ടിയുടെ സ്വാധീനം വ്യാപിപ്പിക്കുക തുടങ്ങിയവയാണ് ബി.ജെ.പി. പ്രധാനമായും ലക്ഷ്യമിടുന്നത്. പഞ്ചാബിൽ ബി.ജെ.പിയും ശിരോമണി അകാലിദളും തമ്മിലുള്ള ബന്ധവും വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പിൽ നിർണായകമായേക്കും. വർഷങ്ങളായി നിലനിന്നിരുന്ന ബി.ജെ.പി. ശിരോമണി അകാലിദൾ സഖ്യം പുനഃസ്ഥാപിക്കുന്നതുമായി ബന്ധപ്പെട്ട് ഇരു പാർട്ടികൾക്കുമിടയിൽ ചർച്ചകൾ നടന്നതായി റിപ്പോർട്ടുകളുണ്ട്. സഖ്യസാധ്യത യാഥാർത്ഥ്യമാകുന്ന പക്ഷം പഞ്ചാബിലെ തെരഞ്ഞെടുപ്പ് സമവാക്യങ്ങളിൽ കാര്യമായ മാറ്റങ്ങൾക്ക് വഴിയൊരുങ്ങിയേക്കും. ഇതിനിടെ ബി.ജെ.പി. ദേശീയ സംഘടനയിലും വലിയ അഴിച്ചുപണി നടത്തിയിട്ടുണ്ട്. 13 ദേശീയ ഉപാധ്യക്ഷന്മാരടക്കമുള്ള പുതിയ ദേശീയ ഭാരവാഹികളുടെ പട്ടികയാണ് പാർട്ടി പ്രഖ്യാപിച്ചത്. 13 ദേശീയ ഉപാധ്യക്ഷന്മാരിൽ 9 പേരും പുതുമുഖങ്ങളാണ്. രാജസ്ഥാനിലെ മുൻ മുഖ്യമന്ത്രി വസുന്ധര രാജയ്ക്കും ദേശീയ ഉപാധ്യക്ഷ പദവി ലഭിച്ചിട്ടുണ്ട്. സംസ്ഥാന രാഷ്ട്രീയത്തിൽ നേരത്തെ നിർണായക ചുമതലകൾ വഹിച്ചിരുന്ന നേതാക്കളെ ദേശീയ നേതൃത്വത്തിലേക്ക് കൊണ്ടുവരുന്നതിനൊപ്പം പുതിയ തലമുറയിലെ നേതാക്കൾക്കും കൂടുതൽ ഉത്തരവാദിത്തങ്ങൾ നൽകുന്നതാണ് പുതിയ പട്ടികയുടെ പ്രധാന സവിശേഷത. 8 ദേശീയ ജനറൽ സെക്രട്ടറിമാരെയും നിയമിച്ചിട്ടുണ്ട്. ഇതിൽ 6 പേർ പുതുമുഖങ്ങളാണ്. സുനിൽ ബൻസാളിനും വിനോദ് താവ്ഡെയ്ക്കും ജനറൽ സെക്രട്ടറി പദവി ലഭിച്ചിട്ടുണ്ട്. സംഘടനാ പ്രവർത്തനങ്ങളിൽ പരിചയസമ്പത്തുള്ള നേതാക്കളെ പ്രധാന ചുമതലകളിലേക്ക് ഉയർത്തുന്നതിലൂടെ വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പുകളിൽ ശക്തമായ സംഘടനാ ഏകോപനം ഉറപ്പാക്കാനാണ് ബി.ജെ.പി. ശ്രമിക്കുന്നത്. 16 ദേശീയ സെക്രട്ടറിമാരിൽ 15 പേരും പുതുമുഖങ്ങളാണ്. ദേശീയ തലത്തിൽ പുതിയ നേതൃനിരയെ വളർത്തിയെടുക്കുന്നതിനും വിവിധ സംസ്ഥാനങ്ങളിലെ സംഘടനാ പ്രവർത്തനങ്ങൾക്ക് കൂടുതൽ ഊർജ്ജം നൽകുന്നതിനുമുള്ള നീക്കമായാണ് ഈ നിയമനങ്ങളെ വിലയിരുത്തുന്നത്. പാർട്ടിയുടെ മാധ്യമ വിഭാഗത്തിന്റെ ചുമതല അനിൽ ബലൂനിക്കിനാണ് നൽകിയിരിക്കുന്നത്. വടക്കുകിഴക്കൻ സംസ്ഥാനങ്ങളിലെ സംഘടനാ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുന്നതിനായി സംബിത് പത്രയെയും നിയമിച്ചു. ദേശീയ ഭാരവാഹികളുടെ പുനഃസംഘടനയും ഉത്തർപ്രദേശ്, പഞ്ചാബ് സംസ്ഥാനങ്ങളിലെ പുതിയ ഇൻചാർജ് നിയമനങ്ങളും ഒരേ ഘട്ടത്തിൽ നടന്നത് ബി.ജെ.പിയുടെ തെരഞ്ഞെടുപ്പ് മുന്നൊരുക്കങ്ങൾക്ക് പ്രത്യേക പ്രാധാന്യം നൽകുന്നതാണ്. അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പുകളിൽ സംഘടനാ ശക്തി പരമാവധി പ്രയോജനപ്പെടുത്തി രാഷ്ട്രീയ നേട്ടമുണ്ടാക്കുന്നതിനുള്ള ദീർഘകാല തന്ത്രത്തിന്റെ ഭാഗമായാണ് ഈ നീക്കങ്ങളെ കാണുന്നത്. ഉത്തർപ്രദേശിൽ അധികാരം നിലനിർത്തുന്നതിനൊപ്പം പഞ്ചാബിൽ കൂടുതൽ സീറ്റുകളും ശക്തമായ വോട്ട് വിഹിതവും നേടുക എന്നതാണ് ബി.ജെ.പിയുടെ പ്രധാന ലക്ഷ്യങ്ങളിലൊന്ന്. അതിനാൽ തന്നെ പുതിയ സംസ്ഥാന ഇൻചാർജുമാരുടെ നേതൃത്വത്തിൽ സംഘടനാ പ്രവർത്തനങ്ങളും രാഷ്ട്രീയ ചർച്ചകളും സഖ്യ നീക്കങ്ങളും കൂടുതൽ സജീവമാകുമെന്നാണ് പ്രതീക്ഷ. ന്യൂസ് ഡെസ്ക്, കേരള കൗമുദി.